തെരഞ്ഞെടുപ്പ് കാലത്തു മാത്രം കടല് കണ്ടുവരല്ല CPM-കാർ. UDF-ന് മറുപടിയുമായി പി നന്ദകുമാർ MLA. പൊന്നാനി പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലങ്ങളായി കടലോരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിവരുന്നവരാണ് ഇടതുപക്ഷ പ്രവർത്തകർ. കടൽ എന്താണ്, കടലോരം എന്താണ് എന്നൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മത്സ്യത്തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിച്ചുള്ള പദ്ധതികൾ മാത്രമേ തീരദേശത്ത് നടപ്പാക്കൂ. തീരദേശ മേഖലയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ടാകുമെന്നും MLA പറഞ്ഞു. തീരദേശത്തിന്റെ മണ്ണ് എക്കാലത്തും ഇടതുപക്ഷത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് നടക്കുന്നത്. അദാനിയുടെ പേര് പറഞ്ഞ് ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തുകയാണ്. ശുദ്ധ നുണയാണ് ഇക്കാര്യത്തിൽ പ്രചരിപ്പിക്കുന്നത്. തീരദേശ മേഖലയിൽ ഉപസംവരണമെന്നത് നടക്കാത്ത കാര്യമാണ്. വിവരക്കേട് വിളിച്ചു പറഞ്ഞ് തീരദേശത്തെ പറ്റിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് UDF ഉയർത്തുന്ന പ്രചരണങ്ങളോടുള്ള ചോദ്യത്തിന് മറുപടിയായാണ് MLA ഇക്കാര്യങ്ങൾ പറഞ്ഞത്. തീരദേശ മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ സാധ്യമാക്കിയത് പൊന്നാനിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടൽ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ADB സഹായത്തോടെ സംസ്ഥാനത്തെ തീര സംരക്ഷണം സാധ്യമാക്കുന്ന ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായി പൊന്നാനിയെ തിരഞ്ഞെടുത്ത് ഉത്തരവിറങ്ങി. അതിവേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകുമെന്നതാണ് പ്രതീക്ഷ. പൊന്നാനിയേക്കാൾ വലിയ തീരദേശം ജില്ലയിലുണ്ടെങ്കിലും തീരത്തുള്ളവർക്ക് പുനരധിവാസ ഭവന പദ്ധതി നടപ്പാക്കിയത് പൊന്നാനിയിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. കടലോര മേഖലയിലെ ഈ അവരുടെ പട്ടയ പ്രശ്നം അവതരിപ്പിച്ച ഞാനാണ് കേരളത്തിൽ ആദ്യമായിട്ട്. കടലോര മേഖലത്തെ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഇയാൾ അതാ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവില്ല. ഇതൊക്കെ അസംബ്ലിക്കകത്ത് കൊണ്ടുവന്ന് ഞാനാണ്. കേരളത്തിനകത്തുള്ള എല്ലാ തീരദേശ മേഖലയ്ക്കകത്തും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ലോക്കൽ ബോഡി തീരദേശ മേഖലയ്ക്കകത്ത് മാത്രമല്ല. ഇപ്പോൾ ഇന്നൊരു മാധ്യമം എഴുതിയ എന്താ, ഇന്നൊരു മാധ്യമത്തിനകത്തൊരു വാർത്ത വന്നത് മുഖ്യമന്ത്രിക്ക് ഇവിടെ ഭൂരിപക്ഷം സംബന്ധിച്ചിടത്തോളം ലോക്കൽ ബോഡീസിലെ ഭൂരിപക്ഷം സംബന്ധിച്ചാണ് 50,000 വോട്ടിന് ജയിച്ച മുഖ്യമന്ത്രിയുടെ അവിടെ 5,000 വോട്ട് 3,000 വോട്ടിന് ഭൂരിപക്ഷമുള്ളൂ ലോക്കൽ ബോഡീസിലാണ്. അപ്പോൾ അതൊക്കെ വ്യത്യാസമുണ്ട് ലോക്കൽ ബോഡീസിന്. അതൊന്നും യാതൊരു ബന്ധമില്ല നമുക്ക്. ലോക്കൽ ബോഡീസ് രണ്ടിപ്പോൾ പല ഘടകങ്ങളുണ്ട്. സ്ഥാനാർത്ഥി പ്രശ്നമാണ്, അവിടുത്തെ സാമൂഹ്യ ഘടന പ്രശ്നമാണ്, ഈ ഡീലിമിറ്റേഷൻ പ്രശ്നമുണ്ട്, വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരവധി ഘടകങ്ങൾ അവിടുത്തെ ലോക്കൽ ബോഡി സെലക്ഷനുണ്ട്. ഈ ഇതിൽ വരുന്നത് പ്രധാനമായിട്ടും പൊളിറ്റിക്സാണ്, രാഷ്ട്രീയമാണ്, കാലിക രാഷ്ട്രീയ പ്രശ്നമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ രാഷ്ട്രീയ പ്രശ്നമാണ്. അത് ഞങ്ങൾക്ക് വളരെ വ്യക്തത തന്നെ നമുക്ക് അനുകൂലമാണ്. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.